എല്ലാവർക്കും നമസ്കാരം. ദേവ് സ്റ്റോക്സിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് 66. ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ ഈ ദിവസം മുതൽ ഫാമിലി വീക്കാണ്. അപ്പോൾ ഓരോ ദിവസവും ഒന്നോ രണ്ടോ കണ്ടസ്റ്റൻസിന്റെ ഫാമിലികൾ ബിഗ് ബോസ് ഹൗസിലേക്ക് വരികയും കണ്ടസ്റ്റൻസുമായിട്ട് ആ ഒരു ദിവസം മുഴുവൻ ചെലവിടുകയും ചെയ്യുന്ന, എന്നിട്ട് വൈകുന്നേരം അവർ മടങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരു ആഴ്ചയാണ് നമ്മൾ ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് അങ്ങനെ വന്ന ഫാമിലി എന്ന് പറയുന്നത് ആദ്യം ഋഷിയുടെ ഫാമിലി ആയിരുന്നു, പിന്നെ അൻസിബയുടെ ഫാമിലിയാണ് വന്നത്. ശരിക്കും വളരെ വികാരനിർഭരമായ നിമിഷങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ നമ്മൾ കണ്ടുപോയത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ 65 ദിവസം അല്ലെങ്കിൽ 66 ദിവസം തങ്ങളുടെ വീട്ടുകാരെ കാണാതിരുന്നിട്ട് പെട്ടെന്ന് അവർ കൺമുന്നിൽ വരുമ്പോൾ ഉണ്ടാകുന്നൊരു ഇമോഷണൽ ഫീലിംഗ് ഉണ്ട്. ആ ഫീലിങ്സ് എത്രയാണെന്ന് അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. കുറേ നാൾ നമ്മുടെ കുടുംബത്തെ കാണാതിരുന്നിട്ട് അത് ഒരു പക്ഷേ പ്രവാസികൾക്ക് മനസ്സിലാവും. ഗൾഫിലൊക്കെ പോയി വർഷങ്ങൾക്ക് ശേഷം മടങ്ങി വരുന്നവരോട് ചോദിച്ചാൽ ആ ഒരു ഫീലിംഗ് എന്താണെന്ന് മനസ്സിലാവും. അതേ ഒരു ഫീലിംഗ് ആയിരിക്കും ഒരു പക്ഷേ ഇന്ന് ബിഗ് ബോസ് ഹൗസിലുണ്ടായിരുന്ന അൻസിബയും ഋഷിയും ഫേസ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്തായാലും എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കം തന്നെ ഇന്ന് മോർണിംഗ് സോങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ക്യാപ്റ്റൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. തിരഞ്ഞെടുത്ത ടീമുകളിൽ ചെറിയൊരു മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്താൻ വേണ്ടി ക്യാപ്റ്റൻ ബിഗ് ബോസിനോട് ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തോട്ടെ എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം പെട്ടെന്ന് പാട്ട് കേൾക്കുന്നു. ആ പാട്ട് കേട്ടപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ഞെട്ടി. ഫാമിലി വീക്കാണെന്ന് അവർക്ക് അറിയാമായിരുന്നു, കാരണം അവരോട് ഒരു ഇൻഫർമേഷൻ കൊടുക്കുമല്ലോ. അപ്പോൾ ആരുടെ ഫാമിലിയാണെന്ന് അറിയത്തില്ല. ഇവരെല്ലാവരും ഓടി വരുന്നുണ്ടായിരുന്നു. വന്നപ്പോൾ ഡോറൊക്കെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ തന്നെ ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു നന്ദനയുടെ ഫാമിലി ആയിരിക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നമ്മയെ ഒന്ന് കാണാൻ എത്ര നാളായി കാത്തിരിപ്പു എന്ന് പറയുന്ന പാട്ടായിരുന്നു ആദ്യം കേട്ടത്. അത് കേട്ടപ്പോൾ തന്നെ ജാസ്മിൻ അങ്ങനെ പറഞ്ഞു, നന്ദനയുടെ അമ്മയായിരിക്കും എന്ന് പറഞ്ഞു. ഉള്ളിലേക്ക് വന്നത് ഒരു ഇന്നോവ കാറായിരുന്നു. ബിഗ് ബോസ് എന്നൊക്കെ എഴുതിയിട്ട് ഒരു ഇന്നോവ കാറായിരുന്നു. ആർക്കൊന്നും മനസ്സിലായില്ല. കാർ വന്ന് 2 റൗണ്ടൊക്കെ അടിച്ചു, അവിടെ നിന്നു. പെട്ടെന്ന് ഡോർ ഓപ്പൺ ആവുന്നു. ഇവര് ഓടുന്നു. നന്ദനയാണ് ആദ്യം ഓടുന്നത്. ചെന്ന് തുറക്കുമ്പോൾ ഋഷിയുടെ അമ്മയും ബ്രദറുമാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് ഋഷി ഓടി വന്ന് അമ്മേനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അപ്പോൾ നമുക്കവിടെ മനസ്സിലാവും ആ അമ്മയും മകനും തമ്മിലുള്ള ബോണ്ടിങ് എത്രമാത്രം സ്ട്രോങ് ആണ് നമുക്ക് ആ ഒരൊറ്റ ഒരു മൊമെന്റ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഭയങ്കര കരച്ചിലായിരുന്നു ഋഷി. അമ്മയും പെട്ടെന്നൊന്ന് പൊട്ടിപ്പോയി. പിന്നെ എല്ലാവരോടും പരിചയപ്പെട്ടു. അമ്മ പെട്ടെന്ന് എല്ലാവരോടും ജെല്ലായി. ഭയങ്കര ആക്റ്റീവായിരുന്നു. എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്ത് ചോക്ലേറ്റ് ഒക്കെ കൊടുത്ത് അങ്ങനെ എല്ലാവരോടും പെട്ടെന്ന് ഇണങ്ങുന്നൊരു പ്രകൃതക്കാരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അമ്മ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, ഞാൻ നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്, ഞാൻ ഇങ്ങനൊന്നും അല്ല, ഞാൻ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന ഒരാളാണ്, പക്ഷേ ഇവിടെ വന്ന് എനിക്ക് എല്ലാവരെയും എൻ്റെ മക്കളെ പോലെ തോന്നുന്നു, അല്ലെങ്കിൽ എനിക്ക് എല്ലാവരെയും പരിചയമുള്ളൊരു ആൾക്കാരായിട്ട് തോന്നുന്നു എന്നൊക്കെ അമ്മ പറയുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ ടി വിയിൽ എല്ലാ ദിവസവും കാണുന്നത് കൊണ്ടായിരിക്കാം, ഇവരെന്താണ് ഏതാണെന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് കൊണ്ടായിരിക്കാം പെട്ടെന്ന് തന്നെ അവരുമായിട്ട് ജെല്ലാവാൻ പറ്റിയത്. അതോടൊപ്പം തന്നെ ഋഷിയുടെ അമ്മ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സായിയുടെ നെഞ്ചെടുപ്പ് തുടങ്ങി. സായിയുടെ വൈഫായ സ്നേഹ വന്നാലും സായിയുടെ അമ്മ വന്നാലും സായിക്ക് പ്രശ്നമില്ല, പക്ഷെ അച്ഛൻ വരല്ലേ. കാരണം അച്ഛനെ ഫേസ് ചെയ്ത് അച്ഛനോട് സംസാരിക്കാനൊന്നും സായിക്ക് പറ്റില്ല. അപ്പോൾ ദയവേദി ബിഗ് ബോസ് അച്ഛനെ കൊണ്ടുവരില്ല എന്നൊക്കെ പറഞ്ഞ് സായി ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സായിയുടെ നെഞ്ചെടുപ്പൊക്കെ കൂടുന്നു എന്നൊക്കെ സായി സിജോയോടൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സായിക്ക് ഒരു പേടിയുണ്ട്, അച്ഛൻ വന്നാൽ എങ്ങനെയാവും റിയാക്ട് ചെയ്യുന്നത്, അച്ഛൻ എങ്ങനെയായിരിക്കും സായിയോട് സംസാരിക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് സായിക്ക് പേടിയുണ്ട്. പിന്നെ നന്ദന പെട്ടെന്ന് ഫാമിലി ഫോട്ടോയൊക്കെ നോക്കി ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു. നന്ദനയ്ക്ക് അച്ഛനില്ല, അമ്മയാണുള്ളത്. അപ്പോൾ അമ്മയുടെ ഫോട്ടോയൊക്കെ നോക്കി അമ്മയും നന്ദനയും ഫാമിലി ആയിട്ടുള്ള ഫോട്ടോയൊക്കെ നോക്കിയിട്ട് നന്ദന ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു. അവർ ഒരുപാട് മിസ് ചെയ്യും. കാരണം കോൺവെന്റിലൊക്കെ നിൽക്കുന്ന പിള്ളേരുണ്ട്. അപ്പോൾ അവർ ചില കുട്ടികളുടെ പാരന്റ്സ് വരുമ്പോഴേക്കും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്കൂളിലൊക്കെ PTA മീറ്റിംഗ് വെക്കുമ്പോൾ, പാരന്റ്സ് മീറ്റിംഗ് വെക്കുമ്പോൾ മറ്റുള്ള കുട്ടികളുടെ പാരന്റ്സ് വരുന്നു, നമ്മുടെ പാരന്റ്സ് വരാതിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. അതേ ഫീലിംഗ് ആണ് ഇന്ന് നന്ദനയിലും കാണാൻ കഴിഞ്ഞത്. സോ അങ്ങനെയാണ് ആ ഒരു കരച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയി. അത് കഴിഞ്ഞ് സായിക്ക് പിന്നെയും നെഞ്ചെടുപ്പാണ്. അച്ഛൻ വരല്ലേ, അമ്മയെ സ്നേഹം വന്നോട്ടെ, പക്ഷെ അച്ഛനെ ദയവ് ചെയ്ത് കൊണ്ടുവരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സായി റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഋഷി അമ്മയും അനിയനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ജോളി അടിച്ച് സംസാരിച്ചൊക്കെയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഋഷിയുടെ അമ്മ എല്ലാവർക്കും ചോക്ലേറ്റ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഋഷിക്ക് കൊണ്ടുവന്ന ചോക്ലേറ്റ്, ഋഷിയുടെ കയ്യിലിരുന്ന ചോക്ലേറ്റ് എല്ലാവർക്കും ഓരോ ചോക്ലേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ഋഷിയുടെ കയ്യിലിരുന്ന ചോക്ലേറ്റ് മേടിച്ചിട്ട് അതിൽ നിന്ന് ഓരോ പീസായിട്ട് ഓരോ കണ്ടസ്റ്റൻസിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇന്നത്തെ സായിയുടെ ഒരു പെരുമാറ്റം കണ്ടപ്പോൾ മൊത്തത്തിൽ സായിക്കൊരു മാറ്റം. ശരിക്കും സീക്രട്ട് ഏജന്റ് എന്ന ലെവലിൽ സായിയെ കണ്ടിട്ട് കാറിനകത്തിരുന്ന് ഓരോ കാര്യങ്ങളുടെയും അഭിപ്രായം, തൻ്റെതായ അഭിപ്രായം വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് സായി എന്ന മനുഷ്യനിലേക്കുള്ളൊരു മാറ്റം, അത് ഭയങ്കര ഒരു മാറ്റമാണ്. അത് സായിയുടെ ഓരോ പെരുമാറ്റത്തിലും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്നത് ലൈക്ക് ഒരു അന്യൻ ടൈപ്പ് സാധനമായിരുന്നു. അതായത് എന്തിനും അടച്ച് മറുപടികൾ പറയുന്ന, അല്ലെങ്കിൽ എന്തിനും റിയാക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു സീക്രട്ട് ഏജന്റ്. അതിൽ നിന്ന് മാറിയിട്ട് ഒരു ഒതുങ്ങിയൊരു പ്രകൃതക്കാരനാണ് സായി എന്ന് പറയുന്നത്. സോ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞത് നമുക്ക്
എന്താ പറയുക, പെട്ടെന്നുള്ള മാറ്റമാണ് ഫീൽ ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു മാറ്റം സായിയിൽ കാണാൻ കഴിയുന്നുണ്ട്. ഋഷിയുടെ അമ്മയുടെ ഒരു തഗ് ഡയലോഗ് ഉണ്ടായിരുന്നു. അതായത് ഇവരെല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഋഷിയുടെ അനിയന്റെ നാവിൽ നിന്ന് എന്തോ ഒരു അബദ്ധം വീഴാൻ പോയപ്പോൾ ഋഷിയുടെ അമ്മ പറയുന്നുണ്ടായിരുന്നു, അയ്യോ ഇവരെല്ലാം കൗണ്ടന്റ് ആക്കുന്ന ആൾക്കാരല്ലേ. പെട്ടെന്ന് എല്ലാവരും അമ്മേനെ കളിയാക്കുന്ന പോലെ, അമ്മേനെ ഒരു തമാശ രൂപേണ സംസാരിക്കുന്ന പോലെ അമ്മയുടെ തഗ്ഗിനെ എല്ലാവരും എൻജോയ് ചെയ്തു. അതായത് അമ്മ ഉദ്ദേശിച്ചത് എല്ലാവരും എന്ത് പുറത്തേക്ക് വന്നാലും അതിനെ കൗണ്ടന്റ് ആക്കുന്ന ആൾക്കാരാണ് അതിനകത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എങ്ങാനും ഋഷിയുടെ അനിയന്റെ നാവിൽ നിന്ന് ഋഷിയെക്കുറിച്ച് ഇപ്പം എന്തെങ്കിലും എപ്പിസോഡ് കണ്ടിട്ട് ഋഷി ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് എടുത്ത് പറയുമ്പോൾ, കണ്ടില്ലേ നീ അങ്ങനെ ചെയ്തു, നീ ഇങ്ങനെ ചെയ്തില്ലെന്നല്ലേ അന്ന് പറഞ്ഞത് എന്നൊക്കെ പറയുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഋഷിയുടെ അമ്മയുടെ ഉള്ളിൽ വന്നു. പെട്ടെന്ന് അമ്മയുടെ നാവിൽ നിന്ന് അങ്ങനെ ഒരു കാണും, ഇവർ നമ്മൾ പറയുന്ന കാര്യത്തിനെടുത്ത് കൗണ്ടന്റ് ആക്കിയാലോ എന്നൊരു സംസാരം ആ അമ്മയുടെ നാവിൽ നിന്ന് വരികയുണ്ടായി. ഒരു തഗ്ഗായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവരെല്ലാവരും കൂടെ കിച്ചണിൽ നിൽക്കുന്ന സമയത്താണ് അച്ഛൻ്റെ അമ്മയിലെ പാട്ട്, എന്ത് പറഞ്ഞാലും നീ എൻ്റേതല്ലേ വാവ എന്നുള്ള പാട്ട്. ആദ്യത്തെ ഒരു എക്സൈറ്റ്മെന്റ് ഈ രണ്ടാമത്തെ പ്രാവശ്യം ആരിലും പെട്ടെന്ന് കൊണ്ട് കണ്ടില്ല. എല്ലാവരും അവിടെ നൈസായിട്ട് നിൽക്കുമായിരുന്നു. കാരണം ആദ്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്താണ് സംഭവം എന്ന് പെട്ടെന്ന് മനസ്സിലായില്ല. പക്ഷേ ഒരൊറ്റ ഓട്ടമാണ് എന്താ കാര്യം എന്ന് അറിയാൻ വേണ്ടി. രണ്ടാമത് പാട്ട് കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഫാമിലി ആരുടെയോ ഫാമിലി വരികയാണ്. അപ്പോഴും നന്ദനെയാണ് പെട്ടെന്ന് ഓടിച്ചെന്നത്. കൂടെ പുറകെ അൻസിബയും ചെന്നു. ഡോറിനോടെ നിൽക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇന്നോവ വന്ന് നിൽക്കുന്നു, 2 റൗണ്ട് അടിക്കുന്നു, വണ്ടി നിർത്തുന്നു, ഡോർ തുറന്നു. നന്ദന ഓടിച്ചെന്ന് ഇന്നോവയുടെ ഡോർ തുറക്കുന്നു. നോക്കുമ്പോൾ അൻസിബയുടെ ഉമ്മയും ബ്രദറുമാണ് വന്നിട്ടുള്ളത്. സോ അൻസിബയും നേരത്തെ ഋഷി കരഞ്ഞ പോലെ തന്നെ അൻസിബയും കരഞ്ഞു, ഉമ്മേനെ കെട്ടിപ്പിടിച്ചു. ഉമ്മ എല്ലാവരെയും ഹഗ് ചെയ്തു. അപ്പോൾ ശരിക്കും ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ നടന്ന ഒരു ഫീൽ തന്നെയാണ് ഇന്ന് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ അൻസിബയും ബ്രദറും ഉമ്മയും കൂടി പീപ്പിൾസ് റൂമിലിരുന്നിട്ട്, പവർ റൂമായിരുന്ന പീപ്പിൾസ് റൂമിനകത്ത് ഇരുന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അൻസിബയുടെ ബ്രദർ അൻസിബേനെ മോട്ടിവേറ്റ് ചെയ്യാണ്. നീ വീട്ടിൽ എങ്ങനെയാണോ അതുപോലെ ഇവിടെ നിൽക്കുന്നുണ്ട്, വേറെ ഒരു പ്രശ്നവുമില്ല, ഇതുപോലെ തന്നെ മുന്നോട്ട് പോയാൽ മതി, തളർച്ചയൊക്കെ ഉണ്ടാവും, അതൊക്കെ തരണം ചെയ്ത് ഇതുവരെ എത്തിയില്ലേ, അപ്പോൾ ഇനിയും മുന്നോട്ട് പോകാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ ഉമ്മയും, നിനക്ക് എപ്പോൾ പറ്റില്ലെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എപ്പോഴാണോ നിനക്ക് പുറത്തേക്ക് പോവേണ്ടി വരുന്നത്, പ്രേക്ഷക വിധി പ്രകാരമായിക്കോട്ടെ പുറത്തേക്ക് പോകേണ്ടി വരുന്നത്, അപ്പോൾ നീ നേരെ ഓടി വന്നു, ഒരു പ്രശ്നവുമില്ല, ചായാൻ എൻ്റെ തോളുണ്ട് എന്ന ഒരു ഉറപ്പ് ആ ഉമ്മ കൊടുക്കുന്നുണ്ട്. ആ ഒരു ഉറപ്പ് മതി മുന്നോട്ട് ഒരാൾക്ക് പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ ഈ 2 പേരും, അൻസിബയുടെ ഉമ്മയായിക്കോട്ടെ ബ്രദർ ആയിക്കോട്ടെ, അൻസിബനെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ഇതേപോലെ നമ്മുടെ ഋഷിയുടെ അമ്മയുടെ ഒരു തഗ് ഡയലോഗ്, കാല് വയ്യ അമ്മയ്ക്ക്, കാല് നല്ല പെയിനാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഈ എക്സൈറ്റ്മെന്റ് വരുന്നതും കാലിലൂടെയാണോ, അതുകൊണ്ടാണോ ഈ പെയിൻ വന്നതെന്ന് അമ്മ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ആ അമ്മ ഋഷിയുടെ അമ്മയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം തഗ്ഗുകൾ എവിടെ നിന്നൊക്കെ വരുന്ന അറിയില്ല. അതോടൊപ്പം തന്നെ ഭയങ്കര ആക്റ്റീവാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒരു ടാസ്കിന്റെ സമയമാണ്, പതപ്പിക്കൽ ടാസ്ക്. ഈ ടാസ്കിന്റെ പ്രത്യേകത 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ടാസ്കുകളാണ് ഈ വരാൻ പോകുന്നത്. ഈ 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ടാസ്കുകളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് വാങ്ങുന്ന ടീമിനോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ ടിക്കറ്റ് ടു ഫിനാലയിലേക്ക് ഡയറക്റ്റ് എൻട്രി കിട്ടുന്ന ഒരു ടാസ്ക്കാണ് ഇനി, അല്ലെങ്കിൽ ടാസ്കുകളാണ് ഇനി നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് പതപ്പിക്കൽ ടാസ്ക് ആണ്. അതായത് 4 ടീമിൽ നിന്നും 2 പേരെ വീതം ചൂസ് ചെയ്യുക. ഒരാൾ വിധികർത്താവായിരിക്കും, ബാക്കി 2 പേര് മത്സരാർത്ഥികളായിരിക്കും. ആ 2 പേര് ഓരോ സോപ്പ് ഈ 4 ടീമിനും കൊടുക്കും. ആ സോപ്പിനെ പതപ്പിച്ച് തീർക്കുക എന്നുള്ളതാണ്. പൈപ്പിന്റെ ചോട്ടിൽ ഷവറിന്റെ താഴെ നിൽക്കുക. അപ്പോൾ വെള്ളം ഓൺ ആവുന്ന സമയം മുതൽ ബോഡിയിൽ തേച്ച് പതപ്പിക്കുക. ബോഡി മീൻസ് ഷർട്ടിലോ പാൻറ്റിലോ എവിടെ വേണമെങ്കിലും തേച്ച് പതപ്പിച്ച് തീർക്കുക. ഇതായിരുന്നു ടാസ്ക്. അപ്പോൾ അതിൽ ഓരോ ടീമിൽ നിന്നും 2 പേര് വരിക. ഒരാൾ പതപ്പിച്ച് കഴിഞ്ഞ് കൈ കഴിക്കുമ്പോഴേക്കും അടുത്ത ആളിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. അങ്ങനെ പതപ്പിച്ച് ആ സോപ്പ് തീർക്കുക എന്നുള്ളതാണ് ടാസ്ക്. ആദ്യം ഏത് ടീമാണോ തീർക്കുന്നത് ആ ടീമിന് വിജയം. 2, 3, 4 സ്ഥാനം അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ 1-ാം സ്ഥാനത്തിന് 3 പോയിന്റ്, 2-ാം സ്ഥാനം 2 പോയിന്റ്, 3-ാം സ്ഥാനത്തിന് 1 പോയിന്റ്, 4-ാം സ്ഥാനത്തിന് പോയിന്റ് ഒന്നും ഇല്ല. ഇങ്ങനെയാണ് ആ മത്സരം എന്ന് പറയുന്നത്. അതിൽ അപ്സരയുടെ ടീമാണ് ഫസ്റ്റ് അടിച്ചത്. പെട്ടെന്ന് തന്നെ അവർ ആ ഒരു സോപ്പ് തീർത്തു കൊടുത്തു. അത് സായിയും സിജോയും അപ്സരയാണ് ഒരു ടീം. അതിൽ അപ്സര വിധികർത്താവായിരുന്നു, സായിയും സിജോയാണ് കണ്ടസ്റ്റൻസ്. ജാസ്മിനും അഭിഷേകും അടങ്ങുന്ന ടീമാണ് 2-ാം സ്ഥാനം കിട്ടിയത്. 3-ാം സ്ഥാനം കിട്ടിയത് ജിൻഡോയുടെ ടീമിനായിരുന്നു. ജിൻഡോയും നന്ദനയും അടങ്ങുന്ന ടീം. അപ്പൊ ഇവർക്കാണ് 3-ാം സ്ഥാനം കിട്ടിയത്. പിന്നെ ഇവരുടെ അമ്മമാര്, ഋഷിയുടെയും അൻസിബയുടെയും അമ്മമാരും ബ്രദേഴ്സും തിരിച്ചു പോകുന്ന ഒരു ടൈമാണ്. ഈവനിങ് ആയപ്പോൾ അവർ തിരിച്ചു പോയി. അപ്പോൾ ഒരു ദിവസം ഫുള്ള് ഇവരോട് ഒരുമിച്ച് സ്പെൻഡ് ചെയ്തു അവർ. അതിനിടയ്ക്കൂടെ തിരിച്ചു പോകുന്ന സമയത്ത് ജിൻഡോയുടെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാ എനിക്ക് വോട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് അറിയാമല്ലോ, അപ്പോൾ വോട്ട് ചെയ്യാൻ മറക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗൊക്കെ ജിൻഡോ അടിക്കുന്നുണ്ടായിരുന്നു. ഒരു തമാശ രൂപേണ പറഞ്ഞു. പിന്നെ അവർ ഫോട്ടോയൊക്കെ എടുത്തിട്ട് പിരിഞ്ഞു. അപ്പോൾ ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. ശരിക്കും വല്ലാണ്ട് ഇമോഷണലി ഫീൽ ചെയ്യുന്ന എപ്പിസോഡായിരുന്നു. അപ്പോൾ എപ്പിസോഡിൽ നമുക്ക് ഇത്രയും ഫീൽ ചെയ്യുമെങ്കിൽ ലൈവ് കണ്ടവർക്ക് അറിയാം എത്രമാത്രം ഇമോഷണൽ സംഭവങ്ങൾ അവിടെ നടന്നു എന്നുള്ളത്. കാരണം ലൈവിൽ നിന്ന് കുറേയധികം കാര്യങ്ങൾ കട്ട് ചെയ്തിട്ടാണ് എപ്പിസോഡ് കാണിക്കുന്നത്. എനിവേ ഇങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് പോയത്. അപ്പോൾ നാളെ ആരുടെയൊക്കെ ഫാമിലിയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.